നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 44 അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക. നിന്നെ ഉരുവാക്കിയ അവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത യെശുരൂനെ, നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അവർ പുല്ലിൻ്റെ ഇടയിൽ നീർത്തോടുകൾക്ക് അരികെയുള്ള അലരികൾ പോലെ മുളച്ചുവരും. ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും. മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിൻ്റെ പേരെടുക്കും. വേറൊരുത്തൻ തൻ്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്നെഴുതി ഇസ്രയേൽ എന്ന് മറുപേരെടുക്കും. ഇസ്രയേലിൻ്റെ രാജാവായ യഹോവ, അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. ഞാൻ പുരാതനമായൊരു ജനത്തെ സ്ഥാപിച്ചതു മുതൽ ഞാൻ എന്ന പോലെ വിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നവനാർ. സംഭവിക്കുന്നതും സംഭവിപ്പാനുള്ളതും അവർ പ്രസ്താവിക്കട്ടെ. നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട. പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല. ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല. വിഗ്രഹങ്ങളെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം. അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല. അവരുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നതുമില്ല. ലജ്ജിച്ചു പോകുന്നതേ ഉള്ളൂ. ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നിനും വളരുതാത്ത ഒരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവനാർ. ഇതാ, അവൻ്റെ കൂട്ടക്കാരെല്ലാവരും ലജ്ജിച്ചു പോകുന്നു. കൗശലപ്പണിക്കാരോ മനുഷ്യരത്രേ. അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിൽക്കട്ടെ. അവർ ഒരുപോലെ വിറച്ച് ലജ്ജിച്ചു പോകും. കൊല്ലൻ ഉളിയെ മൂർച്ചയാക്കി തീക്കനലിൽ വേല ചെയ്ത് ചുറ്റിയെ കൊണ്ട് അടിച്ച് രൂപമാക്കി ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുന്നു. അവൻ വിശന്ന് ക്ഷീണിക്കുകയും വെള്ളം കുടിക്കാതെ തളർന്നു പോവുകയും ചെയ്യുന്നു. ആശാരി തോതുപിടിച്ച് ഈയക്കോൽ കൊണ്ട് അടയാളമിട്ട് ചീകുളി കൊണ്ട് രൂപമാക്കുകയും വൃത്തയന്ത്രം കൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അതിനെ മനുഷ്യാകൃതിയിലും പുരുഷ കോമളത്വത്തിലും തീർത്ത് ക്ഷേത്രത്തിൽ വയ്ക്കുന്നു. ഒരുത്തൻ ദേവദാരുക്കളെ വെട്ടുകയും തേക്കും കരുവേലകവും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ടുറപ്പിക്കുകയും ഒരു അശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു. പിന്നെ അത് മനുഷ്യന് തീ കത്തിപ്പാൻ ഉതകുന്നു. അവൻ അതിൽ കുറെയെടുത്ത് തീ കായുകയും അത് കത്തിച്ച് അപ്പം ചുടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിച്ച് ഒരു വിഗ്രഹം തീർത്ത് അതിനു മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. അതിലൊരംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു, ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു. അങ്ങനെ അവൻ ചുട്ടുതിന്ന് തൃപ്തനാകുന്നു. അവൻ തീ കാഞ്ഞ് നല്ല തീ കുളിർമാറി എന്ന് പറയുന്നു. അതിൻ്റെ ശേഷിപ്പ് കൊണ്ട് അവനൊരു ദേവനെ, ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ, നീ എൻ്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. അവരറിയുന്നില്ല, ഗ്രഹിക്കുന്നതുമില്ല. കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഇടിച്ചു കളഞ്ഞ യെരൂശലേം ദേവാലയം പാർസി രാജാവായ കോരേശ് പണിത് തരും എന്ന പ്രവചനമുള്ള അധ്യായമാണ് ഈ യെശയ്യാപ്രവചനം 44 അധ്യായം. അതിൻ്റെ 28 വാക്യം ഞാൻ വായിക്കുന്നു. കോരേശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടും എന്നും ഞാൻ കൽപ്പിക്കുന്നു. കോരേശിനെ ദൈവജനത്തിൻ്റെ ഇടയൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ പ്രസിദ്ധവാക്യം ആണ് 22 വാക്യം. ഞാൻ കാർ മുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ പാപങ്ങളെയും മായ്ച്ചു കളയും. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക. കാർമേഘം മഴ പെയ്താൽ പിന്നെ കാണാനുണ്ടാകുകയില്ല.
അതുപോലെ ഇസ്രയേലിൻ്റെ പാപം ദൈവം മായ്ച്ചു കളയും എന്നാണ്. ഇസ്രയേലിൻ്റെ ബാബേലിൽ നിന്നുള്ള വിടുതലിനെയും അവരുടെ അനുഗ്രഹങ്ങളെയും ദൈവാത്മാവ് ഭൂമിയിൽ വന്ന് സഭാരൂപീകരണം നടത്തുന്നതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. 3-ാം വാക്യം പറയുന്നത്, ഞാൻ നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ പകരും എന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണത്തെക്കുറിച്ച് യെഹെസ്കേൽ 36:26 യോവേൽ 2:28 എഴുതിയിട്ടുണ്ട്. അതായത് യേശു വരുന്നതിന് മുമ്പുള്ള കാലം പിതാവിൻ്റെ സ്വന്തം അധികാരത്തിലുള്ള കാലമായിരുന്നു. പിന്നീട് യേശു ഇവിടെ വരികയും കുരിശിൽ മരിക്കുകയും ചെയ്തു. ആ കാലം യേശുവിൻ്റെ പുത്രൻ്റെ കാലമായിരുന്നു. എന്നാൽ പുത്രൻ തമ്പുരാൻ പറഞ്ഞു, ഞാൻ പോയ ശേഷം മറ്റൊരു കാര്യസ്ഥനെ, യേശു ഒരു കാര്യസ്ഥനായിരുന്നു, സഹായകനായിരുന്നു, മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അവൻ വന്ന് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അവൻ സകലവും നിങ്ങളെ ഉപദേശിക്കും. അവൻ നിങ്ങൾക്ക് കൃപാവരം നൽകും. യെഹെസ്കേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുള്ളത്, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കും, ആത്മീയ ജീവിതത്തിന് നിങ്ങളെ സഹായിക്കും. യോവേൽ 2:28 എൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ കൃപാവരങ്ങൾ പ്രാപിക്കും, പ്രവചിക്കുകയും സ്വപ്നം കാണുകയും ദർശിക്കുകയും ഒക്കെ ചെയ്യും എന്നാണ്. ഇതിൽ യോവേൽ 2:28 നിവൃത്തിയായിരിക്കുന്നു എന്നാണ് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് വിളിച്ചു പറഞ്ഞത്. 6-ാം വാക്യം യേശുവിൻ്റെ ദൈവത്വം തെളിയിക്കുന്നതാണ്. ഞാൻ ആദ്യനും അന്ത്യനുമാണ് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതായത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ സ്മുർന്നാ സഭയ്ക്കുള്ള ദൂതിൽ യേശു പറയുന്നത്, ഞാനാണ് ആദ്യനും അന്ത്യനും എന്നാണ്. അപ്പോൾ യഹോവ യേശുവാണ് എന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. പുറജാതികളെ ദൈവം ന്യായം വിധിക്കുന്ന അവരുടെ വിഗ്രഹസേവ മൂലം ആണെന്ന് 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദീർഘമായി വിശദീകരിച്ചിരിക്കുകയാണ്. ചിലർ കളിമണ്ണ് കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുന്നു, ചിലർ കല്ലുകൊണ്ട് കൊത്തി വിഗ്രഹമുണ്ടാക്കുന്നു, ചിലർ തടി ചീകി മിനുക്കി അത് വിഗ്രഹമുണ്ടാക്കുന്നു. ആ തടിയുടെ കാര്യം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം കൊണ്ട് അവർ വിറകിന്, അതായത് ഇറച്ചിയൊക്കെ ചുടാൻ വിറകിന് വേണ്ടി ഒരു ഭാഗം ഉപയോഗിക്കുന്നു, വീട്ടുപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു ഭാഗം ഉപയോഗിക്കുന്നു. എന്നാൽ മറ്റൊരു ഭാഗം എടുത്തിട്ട് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി അത് ദൈവമാണ് എന്ന് പറഞ്ഞ് അതിന് മുമ്പ് സാഷ്ടാംഗം വീട്ട് എന്നെ രക്ഷിക്കണമേ എന്നീ മരത്തോട് പറയുകയാണ്. മരത്തിൻ്റെ സൃഷ്ടാവായ, മനുഷ്യൻ്റെ സൃഷ്ടാവായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വായുവിനെയും വെള്ളത്തെയും വെളിച്ചത്തെയും സൃഷ്ടിച്ച് ഇവനെ പരിപാലിക്കുന്ന ദൈവം, ഇവന് ഭക്ഷണം നൽകുന്ന ദൈവം ഇത് കണ്ടിട്ട് സങ്കടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതായത് മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹം, ഇതാണ് സത്യദൈവം എന്ന് പറയുന്ന ആളുകൾ ന്യായം വിധിക്കപ്പെടേണ്ടേ? ജീവനില്ലാത്ത, ഒരു അനക്കമില്ലാത്ത, കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത ഒരു വസ്തു ദൈവമാണ് എന്ന് ആളുകൾ പറയുകയാണ്. അതിനൊരു പേരൊക്കെ കൊടുത്തിട്ടായിരിക്കാം, അതിനോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അത് നിമിത്തം ആളുകൾക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അവിടെ മദ്യപാനം മാറിയിട്ടുണ്ടോ? അവരുടെ മയക്കുമരുന്ന് ഉപയോഗം മാറിയിട്ടുണ്ടോ? അവരുടെ കോപം മാറിയിട്ടുണ്ടോ? അവരുടെ വഴക്ക് മാറിയിട്ടുണ്ടോ? ഇല്ലെന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ, അല്ലെങ്കിൽ മനുഷ്യനെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അതൊന്നും ആളുകൾക്ക് വിഷയമല്ല. ആളുകൾ ഈ മിഥ്യാമൂർത്തികളുടെ പിന്നാലെ, സങ്കല്പ ദൈവങ്ങളുടെ പിന്നാലെ പോവുകയാണ്. ബൈബിൾ പറയുന്ന ദൈവം അവരെ ന്യായം വിധിക്കുമെന്നാണ്. 26-ാം വാക്യം, യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും എന്നുള്ളത് കോരേശിൻ്റെ കാലത്തേത് മാത്രമല്ല, ഈ നൂറ്റാണ്ടിലെ കാര്യം കൂടെയാണ്. ക്രിസ്തു വന്ന് ദൈവരാജ്യം സ്ഥാപിക്കും മുൻപ് യൂഫ്രട്ടീസ് നദി വറ്റുമെന്ന് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അതാണ് 27-ാം വാക്യത്തിലുള്ളത്, നദിയെ ഞാൻ വറ്റിച്ചു കളയും. 23-ാം വാക്യത്തിൽ പർവ്വതങ്ങളോടും ഭൂമിയിലെ വനങ്ങളോടും ആർക്കാൻ പറയുന്നത് ദൈവരാജ്യത്തിലെ സമൃദ്ധിയുടെ കാര്യമാണ്. കർത്താവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് റോമാലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്, സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഇറ്റുനോവോട് ഇരിക്കുകയാണ്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ, അതായത് കർത്താവിൻ്റെ വീണ്ടും വരവിനെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ തീർച്ചയായിട്ടും ഭൂമിക്ക് ശാപമോക്ഷം ഉണ്ടാകും. സർവ്വസൃഷ്ടിയും ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ആദാമിൻ്റെ പാപം നിമിത്തം ശപിക്കപ്പെട്ട ഭൂമിക്ക് മാറ്റമുണ്ടാകും. ഭക്ഷ്യക്ഷാമം പിന്നെയില്ല. പിന്നെ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ഉപദ്രവങ്ങളില്ല, യുദ്ധമില്ല, ക്ഷാമമില്ല, രോഗമില്ല. വളരെ സ്വസ്ഥതയുള്ള ഒരു ദൈവരാജ്യം തീർച്ചയായിട്ടും കർത്താവ് സ്ഥാപിക്കും. കുരിശിലെ കള്ളനത് മനസ്സിലായി. അതുകൊണ്ട് കള്ളൻ പറഞ്ഞു, യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെ ഓർക്കണം. യേശു പറഞ്ഞു, നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഭാവി ഭദ്രമാക്കാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.